ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണവ അഥവാ കൂന്തൽ നിറച്ചതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കണവ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഫില്ലിങ്ങിന് വേണ്ടി ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡ്രൈ റോസ്റ്റാണ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 4 പീസ് ചെറിയ ഉള്ളി, ഒരു 5 പീസ് വെളുത്തുള്ളി അല്ലി. ഇനി വേണ്ടത് ഒരു 1/4 കപ്പോളം ഗ്രേറ്റഡ് കോക്കനട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ പുളിക്ക് വേണ്ടി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൂടുതൽ അരയണ്ട, നല്ല പൊടിച്ചെടുത്താൽ മതി. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ 2 സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഏതാണ്ട് 1/4 ടീസ്പൂൺ ജീരകം, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റാക്കുന്നവരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉള്ളി സോഫ്റ്റായിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇത് ഫ്ലെയിം നല്ല കുറച്ചിട്ട് വേണം ഇതെല്ലാം ഇടാനുള്ളത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ഒരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ മീഡിയം സൈസ് കണവയാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം. ഇതിൽ കാഷ്യൂ ചേർക്കാം, പൊട്ടറ്റോ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ എരിവും പുളിയും എല്ലാം ഉള്ളതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്.
ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫിഷ് കഴിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടത് ഫില്ല് ചെയ്യരുത്. 3/4 ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ഈർക്കിലോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് അതിനെ സീൽ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ സീൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് മാറ്റാം. നാല് മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മസാല ചേർത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, സോൾട്ട്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടാണ് മിക്സ് ചെയ്യാനുള്ളത്. അതിനുശേഷം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി കുക്ക്ഡാണ്. കണവ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.